അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെ. തിരിച്ചിറങ്ങാൻ പറ്റുമോ? ഹലോ, നമസ്കാരം. ട്രാവൽ ബൈറ്റ്സ് വിത്ത് DJ-യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോഴുള്ളത് ഇറ്റലിയിലെ വെറോണ എന്ന പ്രൊവിൻസിലെ വലീജോ സുൾമിഞ്ചോ എന്ന സ്ഥലത്തുള്ള പാർക്കോ ജർദീനോ സിഗുർത്ത എന്ന ഗാർഡനിലാണ്. 2013 ഇറ്റലിയിൽ ഏറ്റവും മികച്ച ഗാർഡനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗാർഡനാണിത്. അതുപോലെ തന്നെ 2023 ദ വേൾഡ്സ് ബെസ്റ്റ് ഗാർഡൻ എന്ന അവാർഡ് നേടിയ ഒരു ഗാർഡനാണ് ഇറ്റലിയിലെ വലീജോ സുൾമിഞ്ചോയിലുള്ള പാർക്കോ ജർദീനോ സിഗുർത്ത. ഏകദേശം 60 ഹെക്ടർ സ്ഥലത്തായിട്ട് വിസ്തൃതമായി കിടക്കുന്നൊരു ഗാർഡനാണിത്. അതിമനോഹരമായൊരു കാഴ്ചകളുടെ ലോകം തന്നെയാണ് ഇവിടെ നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശദമായ കാഴ്ചകളിലേക്ക് പോകാം. റോമിയോ ജൂലിയറ്റിൻ്റെ നാടെന്നറിയപ്പെടുന്ന വെറോണയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ മാറിയാണ് പ്രകൃതിരമണീയമായ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. മുതിർന്നവർക്ക് 18 യൂറോയും 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് 10 യൂറോയുമാണ് പ്രവേശന ഫീസായി ഇവിടെ അടയ്ക്കേണ്ടത്. ഇതിനു പുറമെ സഞ്ചാര സൗകര്യത്തിനായി ഗോൾഫ് കാർട്ടും ട്രെയിനും ഇലക്ട്രിക് സൈക്കിളും ഇവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കോ ജർദീനോ സിഗുർത്ത എന്നത് ഒരാധുനിക സ്നേഹത്തിൻ്റെ ഫലം മാത്രമല്ല, അത് പുരാതന ഭൂമിയിലെ ഔഷധപരമായ ജ്ഞാനത്തിൻ്റെ, കലാശില്പത്തിൻ്റെ, പ്രകൃതിയിലുള്ള ബഹുമാനത്തിൻ്റെ പാരമ്പര്യവുമാണ്. ആയിരത്തി 1407 തുടങ്ങുന്നതാണ് ഇതിൻ്റെ ചരിത്രം. റിപ്പബ്ലിക് ഓഫ് വെനീസ് നിലനിന്നിരുന്ന കാലത്ത് ഒരു പ്രമുഖ കുടുംബം ഈ ഭൂമി വില കൊടുത്ത് വാങ്ങുകയായിരുന്നു. തുടർന്ന് പല സമയത്തും ഇതിനുടമസ്ഥത മാറ്റം വന്നു. അങ്ങനെ ആരും ഉപയോഗിക്കാതെ അതൊരു തരിശു നിലമായി മാറി. ആയിരത്തി 1941 ആരംഭ കാലഘട്ടത്തിൽ ജുസേപ്പെ കോന്തെ സിഗുർത്ത എന്നൊരു വ്യവസായി ഈ സ്ഥലം കൈവശമാക്കിയതിനു ശേഷം പിന്നീട് നടന്നത് ചരിത്രം. തൊട്ടടുത്തുള്ള മിഞ്ചോ തടാകത്തിലെ ജലസ്രോതസ് ഉപയോഗിച്ച് ഈ തരിശു ഭൂമിയെ അദ്ദേഹം ഒരു പറുദീസയാക്കി മാറ്റി. പ്രകൃതി സ്നേഹിയും വ്യവസായിയുമായ ജുസേപ്പെ കോന്തയോടുള്ള ആദരസൂചകമായാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ജുസേപ്പെ കോന്തയുടെ കാലശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനായ ഏൻസോയാണ് ഈ പാർക്കിൻ്റെ പരിപാലനം ഏറ്റെടുത്തത്. നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് മാനുകളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഈ പ്രകൃതി രമണീയമായ ഈ ജർദീനയുടെ ഉള്ളിലെ ആനിമൽസിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണിത്. നമുക്ക് അവിടുത്തെ മൃഗങ്ങളെ തൊടാൻ അനുവദനീയമല്ല, പക്ഷേ നമുക്ക് അതിനെ അടുത്തു നിന്ന് വീക്ഷിക്കാനാകും. ആയുർവേദം, യുനാനി, പാശ്ചാത്യ ചുരുക്ക ചികിത്സകൾ മുതലായവയിൽ ഉപയോഗിച്ചിരുന്ന ഔഷധ സസ്യങ്ങളുടെ ഒരു തോട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലാവൻഡർ, അലോവേര, സേജ്, തൈം, റോസ്മേരി, മിൻറ്റ് ബാം തുടങ്ങിയവ ഇതിൽ ചിലത് മാത്രമാണ്. 1500 പരം യു ട്രീസ് കൊണ്ട് നിർമ്മിതമായ പ്രശസ്തമായ ലാബ്രിന്ത് കാണാനാണ് നമ്മൾ ഈ ഇടനാഴിയിലൂടെ മുന്നോട്ട് പോകുന്നത്. 16-ാം ശതകത്തിലെ പ്രശസ്തമായ ഫ്രഞ്ച് മാഴ് മാതൃക പിന്തുടർന്ന് നിർമ്മിച്ച വളരെ കൃത്യമായി പണികഴിപ്പിച്ച ഒരു ഹെഡ്ജ് ലാബ്രിന്താണിത്. ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഏകദേശം 2500 ചതുരശ്ര മീറ്ററാണ്.
രാവണക്കോട്ട എങ്ങനെയുണ്ട്? കൊള്ളാം, അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെ. തിരിച്ചിറങ്ങാൻ പറ്റുമോ? വളരെ കഷ്ടപ്പെടണം. നാനൂറ് വർഷം പഴക്കമുള്ള ഓക്ക് മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം അതേപടി ഒപ്പിയെടുത്ത ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ മാത്രമേ ഇവിടെ നമുക്കുള്ളൂ. സന്ദർശകർ വന്നു തുടങ്ങിയിട്ടുണ്ട്, തിരക്കായി തുടങ്ങുന്നു. ദ സ്റ്റോൺ ഓഫ് ദ യൂത്ത് എന്നറിയപ്പെടുന്നൊരു കല്ലാണിത്. ഇതിലിരുന്നാൽ യുവത്വം കിട്ടുമെന്നാണ് പറയുന്നത്. പൈൻ മരങ്ങളാണ് നമ്മൾ മുഴുവനായിട്ട് കാണുന്നത്. ഇനി നമ്മൾ ഫേമസ് ആയിട്ടുള്ള റോസ് ഗാർഡനിലേക്കാണ് പോകുന്നത്. നമ്മൾ നിൽക്കുന്നത് ഈ ഗാർഡനിലെ ഏറ്റവും വലിയ പുൽമൈതാനിയിലാണ്.
വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളുമായി വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും ദിസ് ഈസ് DJ സൈനിങ് ഓഫ്.